പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ? ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ? പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ? നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ? സാഗരം മാറിലേറ്റും കതിരോൻ വീണരിഞ്ഞു. കാതരെ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ? കടലല തുടുനിറമാർന്നു നിൻ കവിളിലുമരുണിമ പൂത്തുമോ? പ്രണയമൊരസുലഭ മധുരമാം നിർവൃത്തി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ? ആയിരം പൊന്മയൂരം കടലിൽ നൃത്തമാടും. ആയിരം ജ്വാലയായി കതിരോൻ കൂടെയാടും. പകലൊളി ഇരവിനെ വേൽക്കുമീ മുകിലുകൾ പറവകൾ വാഴ്ത്തിടും. പ്രണയമൊരസുലഭ മധുരമാം നിർവൃതി കുളിരിൻ കൂട്ടിൽ ഈ കൂട്ടിൽ ഇനിയും നാം അണയില്ലേ? ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ? പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ? ആഹാ ആഹാ സബാഷ് സബാഷ്. അസാധ്യമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്താ വോയിസ്, എന്താ ഭാവം. അപ്പൊ നമുക്ക് എപ്പിസോഡ് അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. മനോജ്, ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന ഗായകൻ സംഗീത രംഗത്ത് വേറിട്ട ആലാപന ശൈലി, ശബ്ദ സൗന്ദര്യം കൊണ്ടും വേദികൾ കീഴടക്കുന്ന ഒരു കലാകാരനാണ്. നിരവധി ഗായകർക്ക് വേണ്ടി ട്രാക്ക് പാടിയിട്ടുണ്ട് അദ്ദേഹം. ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഷാജി എം ധരൻ. അദ്ദേഹം അനന്തപുരിയിൽ നിന്നാണ് വരുന്നത്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷാജി എം ധരൻ. ഹായ് ഷാജി, നമസ്കാരം. നമസ്കാരം ഷാജി. സുഖമായിരിക്കുന്നു ഷാജി? സുഖമാണ് സാർ. ഏത് ട്രൂപ്പിലൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഗാനമേളയിൽ പാടിക്കൊണ്ട്? ഞാൻ തിരുവനന്തപുരം രാഗമാലികയിലാണ് ആദ്യമായിട്ട്. രാഗമാലിക. നമ്മുടെ ആ കോളേജ് ടൈം കഴിഞ്ഞിട്ട് ഈ ഗാനമേള അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പോയി കാണുന്ന പരിപാടി നിർത്തലാക്കി. അതുകൊണ്ട് അപ്പോൾ ഗാനമേള അങ്ങനെ കാണാനല്ലോ. നിങ്ങളെയൊക്കെ വീണ്ടും ഇവിടെ വെച്ച് ഇങ്ങനെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. സംഗീതം പഠിച്ചതാണോ? അത് പഠിച്ചതാണ്. മ്യൂസിക് കോളേജിൽ പഠിച്ചാണോ അതോ ഏതെങ്കിലും ഗുരുവിന്റെ? ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്. മനോഹർ കേസ്കർ സാർ.
സിനിമയിൽ ഏതെങ്കിലും പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? സിനിമയിൽ പാടാനായിട്ടുള്ള അവസരം കിട്ടി. നേരത്തെ ആരോ സൂചിപ്പിച്ചു സംഗീത സംവിധായകനാണെന്ന്. ആ, അത്യാവശ്യം ഇങ്ങനെ ഞങ്ങളുടെ ലോക്കലായിട്ടുള്ള നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ള എവിടെ സ്ഥലം? തോന്നയ്ക്കൽ. തോന്നയ്ക്കൽ. ഈ തോന്നയ്ക്കൽ എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഇന്നസെന്റ് ഏട്ടനെ ആലോചിച്ചു പോയി. കാരണം വേറൊന്നുമല്ല, ആ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മ വരുന്ന ഇന്നച്ചനെയാണ്. എത്രയോ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ ആത്മാവിന് പ്രണാമം. ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു വലിയ ആർക്കും അറിയാത്തൊരു ചരിത്രം ഞാൻ ഇവിടെ പറയാണ്. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് വെക്കേഷൻ എന്നൊരു സിനിമ ചെയ്തു. PG വിശ്വംഭരൻ്റെ പടം. അന്ന് PG ഉള്ള കാലത്ത് ഞാനതൊരു സപ്പോർട്ടിങ് റോളായിരുന്നു. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ അന്ന് ബിസിയായി, ഭയങ്കര ബിസി, ഈ റാംജി റാവ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് ഞാൻ പോയി പരിചയപ്പെട്ടു. ചേട്ടാ, ഞാൻ ജയവിജയന്മാരിൽ ജയൻ്റെ മകനാണ്. നീ വന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സുഖമായിരിക്കുന്നല്ലോ, അവരെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ആ പൊട്ടുമൊക്കെ തൊട്ട് ഒരേ കളർ ജുബ്ബയൊക്കെ ഇട്ട് വരുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ് കോഡ് മാറ്റിയെന്ന്. എൻ്റെ ഇപ്പോഴത്തെ, അതായത് ഇന്നസെന്റ് ഏട്ടൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ മരണം വരെ കണ്ട ഡ്രസ് കോഡ് ഉണ്ടല്ലോ, അത് എൻ്റെ അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും കോപ്പി അടിച്ചതെന്നല്ല പറഞ്ഞ്. അവർ ഭയങ്കര ഒരു ആകർഷകത്വമായിരുന്നു അവരുടെ ആ കോസ്റ്റ്യൂം കാണുമ്പോൾ. ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് അവരെ കണ്ടിട്ടാണ് കൊണ്ടുവന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെവിടെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്രയധികം മലയാളത്തിൻ്റെ എക്കാലത്തെ ഇമേജ് ഇങ്ങനെ അതിനൊരു പകരക്കാരനായിട്ട് ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അങ്ങനെ ഒരു ആക്ടർ ഉണ്ടാവില്ല. അത്രയും മഹാപ്രതിഭയായിരുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കലും ഒരു പകരക്കാരനില്ല, ഒരിക്കലും ഇല്ല.